ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ തിരക്ക് പിടിച്ച രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് കറിയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കിയെടുക്കാതെ ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, എന്നാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 സവാള അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 2 സവാള ഇതുപോലെ കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി ഒരു വലിയ പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 കോഴിമുട്ടയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, മുട്ടയുടെ നനവിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി പാനിൽ ഇതുപോലെ ഒരു പരന്ന പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ മാവ് അതിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. കൈ കൊണ്ടോ സ്പാച്ചുല വെച്ചിട്ടോ ഇങ്ങനെ പരത്തി വെക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. 6 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടിട്ട്, അപ്പോഴേക്കും നന്നായിട്ട് താഴ്ഭാഗം വെന്തിട്ടുണ്ടാവും. തിരിച്ചിട്ടിട്ട് മറുഭാഗം കൂടി നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയായി കിട്ടും. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 2 ഭാഗവും വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. നല്ല ടേസ്റ്റാണ് ഇതുപോലെ മുറിച്ച് കഴിക്കാനായിട്ട്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്